السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, സ്വന്തം ശരീരത്തിന് ആദരവും അഭിമാനവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശരീരത്തിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അഭിമാനവും ആദരവും തന്നെയാണ്. സ്വന്തം ശരീരത്തിന്റെ വില മനസ്സിലാക്കിയവർ അഹന്തയോ അഹങ്കാരമോ കൂടാതെ ശരീരത്തോട് ആദരവ് കൽപ്പിക്കുകയും അഭിമാനം സംരക്ഷിക്കുകയും ചെയ്യും. ഈ സ്വഭാവത്തിൽ ഒന്നിയായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരെ വളർത്തിയിരുന്നത്. അപ്പോൾ അവരുടെ ആത്മാവ് ഉന്നതമായി അവരുടെ വില കുറക്കുന്ന അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾ തൊട്ടും അവർ വിട്ടുനിന്നു. ജനങ്ങൾക്കിടയിൽ സൽപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും അവർ മത്സരിച്ച് മുന്നോട്ട് വന്നു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവിടുന്ന് എനിക്ക് തന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് വീണ്ടും തന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് അവിടുന്ന് വീണ്ടും തന്നു. ശേഷം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹക്കീം, സമ്പത്തിനോട് എല്ലാവർക്കും ഇഷ്ടം തോന്നും. ഔദാര്യത്തിന്റെ മനസ്സുമായി ആരെങ്കിലും സമ്പത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. എന്നാൽ ആർത്തിയോടെ ആ സമ്പത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. എത്ര തിന്നാലും വയറു നിറയാത്തവനെ പോലെയാണവൻ. നൽകുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ട് ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തന്നെ സത്യം, മരണം വരെ ഞാൻ ആരിൽ നിന്നും ഒരു വസ്തുവും സ്വീകരിക്കുകയില്ല, വാങ്ങുകയില്ല. ആത്മാഭിമാനമുള്ള ഒരാളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സ്വഭാവമാണിത്. പ്രിയപ്പെട്ടവരെ, കരുത്തനും അജയ്യനുമായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന ഉറപ്പോടെ അവൻ അല്ലാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിക്കും. റിസ്കിന്റെ കാര്യത്തിലും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അവൻ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കാൻ സ്വന്തം ജോലിയെ അവൻ അവലംബിക്കും. ഒരാൾ കയറെടുത്ത് തന്റെ പുറത്ത് വിറകുകെട്ടുമായി വന്ന് അത് വിറ്റ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ചെലവ് കണ്ടെത്തുന്നതാണ് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത്. ചോദിക്കുന്നത് അവർ നൽകിയാലും ഇല്ലെങ്കിലും എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവൻ ഉൾക്കൊള്ളുകയും ചെയ്യും. ആത്മാഭിമാനമുള്ള ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ചോദിക്കുക? അവൻ മറ്റുള്ളവരുടെ കയ്യിലുള്ളതിലേക്ക് നോക്കുകയില്ല. ഉള്ളതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുകയും ചെയ്യും. ആവശ്യങ്ങൾ തേടുമ്പോൾ ആത്മാഭിമാനം പണയം വെക്കാതെയാണ് ചോദിക്കേണ്ടത്. കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതുപോലെയാണ് നടക്കുക എന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ആരെങ്കിലും നല്ല ഉപജീവന മാർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അല്ലാതെ മടി പിടിച്ചിരിക്കുകയോ മറ്റുള്ളവരുടെ മേൽ അവലംബിക്കുകയോ ചെയ്യരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമി നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അവനാണ്. അതുകൊണ്ട് അതിന്റെ ഉപരിതലങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുകയും അവന്റെ ഉപജീവന മാർഗങ്ങളിൽ നിന്ന് ആഹരിക്കുകയും ചെയ്തു കൊള്ളുക. അവനിലേക്ക് തന്നെയാണ് പുനർജന്മം, പുനരുദ്ധാനം. നിന്ദിതയും പ്രയാസവും പ്രതിസന്ധിയും ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ വിട്ടുനിൽക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയായ ഒരാൾ ഒരിക്കലും സ്വന്തം ശരീരത്തെ നിന്ദിക്കരുത്, സ്വന്തത്തെ നിന്ദിക്കരുത്. സ്വഹാബികൾ ചോദിച്ചു, ഹബീബായ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ എങ്ങനെയാണ് സ്വന്തം ശരീരത്തെ നിന്ദിക്കുക? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള പ്രയാസങ്ങൾ ക്ഷണിച്ചു വരുത്തലാണത്. ആത്മാഭിമാനിയായ ഒരാൾ ഉന്നതമായ കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുക. സൽസ്വഭാവം അവർ കാത്തു സൂക്ഷിക്കും. അതിനാൽ തന്നെ താഴ്മയും ഉദാരതയും വിട്ടുവീഴ്ചയും സഹനവും മനുഷ്യത്വവും ഉള്ളവരായി അവർ കാണപ്പെടും. അവർ കുടുംബത്തെ പരിപാലിക്കുകയും അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കുകയും കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അഭിമാനികളെ,
ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവനാണ് ആത്മാഭിമാനി. അത് അവന്റെ ഏറ്റവും പൂർണ്ണവും ഏറ്റവും സുന്ദരവുമായ വിശേഷണങ്ങളിൽ ഒന്നാണ്. ഉള്ളതിൽ തൃപ്തിപ്പെടുമ്പോൾ അവന് മറ്റുള്ളവരോട് ആവശ്യം ഉന്നയിക്കേണ്ട ഗതി വരില്ല. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിന്നപ്പോൾ അവൻ ഉന്നതനായി. ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് അവൻ സ്വന്തത്തിന്റെ അഭിമാനം നിലനിർത്തി. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. സമാധാനത്തോടെ അവർ ജീവിതം നയിച്ചു. ഏറ്റവും നല്ല അഭിമാനം സംതൃപ്തിയുള്ളവരുടെ അഭിമാനമാണ്. ഏറ്റവും നല്ല സമ്പന്നത മനസ്സിന്റെ സമ്പന്നതയാണ്. മുഅ്മിനീങ്ങളെ, ആത്മാഭിമാനമുള്ളവൻ സ്വത്വബോധവും തനിക്ക് നാടിനോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് അഭിമാനം കൊള്ളും. നാടിന്റെ പുരോഗതിക്കും അഭിമാനത്തിനും വേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യും. സ്വന്തം നാടിന്റെ ഉന്നതിയും അഭിമാനവും അവൻ സമ്മാനിക്കും. അതുപോലെ ആ നാട് കാരണം അവനും അഭിമാനം ലഭിക്കും. സ്വന്തം രാജ്യത്തിന്റെ പതാക ഉയരത്തിൽ പറത്തലും ഉന്നതിയുടെ ആകാശത്ത് പാറിപ്പറക്കുന്ന അതിനെ സംരക്ഷിക്കലും നാടിനോടുള്ള ഇഷ്ടത്തിലും ആ നാട്ടിൽ ജനിച്ച ഒരാൾ ആയതിന് അഭിമാനം കൊള്ളുന്നതിലും പെട്ടതാണ്. ആ നാട് തന്നെയാണ് ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകവും അടയാളവും. നാടിനോടും നേതൃത്വത്തോടും രാജ്യത്തിന്റെ പ്രസിഡന്റിനോടുമുള്ള കൂറും പ്രതിബദ്ധതയും പുതുക്കി നവംബർ 3-ാം തീയതി നാം പതാക ദിനം ആഘോഷിക്കുകയാണ്. നാടിനോടുള്ള കൂറും പ്രതിബദ്ധതയും നമ്മുടെ മക്കളുടെയും ശേഷം വരുന്ന തലമുറകളുടെയും മനസ്സുകളിൽ നാം വളർത്തിയെടുക്കണം, രൂഢമൂലമാക്കണം. അങ്ങനെയാകുമ്പോൾ മനക്കരുത്തോടെയും ശക്തിയോടെയും ഉറച്ച കാൽവെപ്പുകളോടെ പിതാക്കളുടെ നേട്ടങ്ങളും സംഭാവനകളും നിറഞ്ഞ ത്യാഗോജ്വലമായ ആ യാത്ര പൂർത്തീകരിക്കാൻ അവർക്കാവും. അഭിമാനത്തോടെ രാജ്യത്തിന്റെ പതാക ഉയർത്താനും അവർക്കാകും. നാട് നീണാൽ വാഴട്ടെ. ഐഷി ബിനാദി ആശത്തിഹാദു ഇമാറാത്തിന. നാട് നീണാൽ വാഴട്ടെ, ഇമാറാത്തി ഐക്യം നിലനിൽക്കട്ടെ എന്ന് പാടി അള്ളാഹുവെ ഈ നാടിനെ സുരക്ഷിതമാക്കണമെന്ന് പ്രാർത്ഥിച്ചും ഏതവസ്ഥയിലും ആ പതാകയെ അവർ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അള്ളാഹുവെ, സുരക്ഷയും സമാധാനവും നിറഞ്ഞ ഒരു നാട് നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകിയ നീ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ. അള്ളാഹ്, അനുഗ്രഹങ്ങളിൽ നീ വർധനവ് നൽകണേ. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ നീ സംരക്ഷിക്കണേ. നാടിന് പ്രതിരോധം തീർക്കാനും സംരക്ഷണം നൽകാനും നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും നീ തൗഫീഖ് നൽകണേ. ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരോട് കരുണ കാണിക്കണേ. അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.